ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. ബ്രഹ്മചര്യം എന്ന വ്രതം. ചോദ്യം: ഈ വ്രതം എന്താണ് ആവശ്യപ്പെടുന്നത്? വിവാഹ ജീവിതത്തെ ഉപേക്ഷിക്കുവാനും 6ഉം 9ഉം പ്രമാണങ്ങളാൽ വിലക്കിയിരിക്കുന്നതിൽ നിന്നെല്ലാം അകന്ന് നിൽക്കാനും. ചോദ്യം: ഈ പുണ്യത്തിലുള്ള വീഴ്ച ഈ വ്രതലംഘനമാകുമോ? ഈ പുണ്യത്തിലുള്ള എല്ലാ വീഴ്ചകളും ഈ വ്രതത്തിൻ്റെ ലംഘനമായിരിക്കും. കാരണം ദാരിദ്ര്യവും അനുസരണവും പോലെ വ്രതവും പുണ്യവും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. ചോദ്യം: എല്ലാ മോശമായ ചിന്തകളും പാപമാണോ? അല്ല, എല്ലാ മോശമായ ചിന്തകളും പാപമല്ല. അതിന് വഴങ്ങിക്കൊടുക്കാനുള്ള ആഗ്രഹവും തീരുമാനവും മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. ചോദ്യം: ബ്രഹ്മചര്യത്തിന് എതിരായ പാപങ്ങൾ കൂടാതെ ഈ പുണ്യത്തിന് ഹാനികരമായ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇന്ദ്രിയങ്ങൾ, ഭാവനകൾ, വികാരങ്ങൾ ഇവയുടെ നിയന്ത്രണക്കുറവ്, അടുത്ത സമ്പർക്കം, വികാരഭരിതമായ കൂട്ടുകെട്ട് ഇവ ഈ പുണ്യത്തിന് ഹാനികരമാണ്. ചോദ്യം: എന്തെല്ലാമാണ് ഈ പുണ്യം കാത്തു സൂക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ? ദൈവസാന്നിധ്യ ചിന്തയാൽ ആന്തരിക പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുക. മാത്രമല്ല, ഭയം കൂടാതെ പോരാടുക. പുറമേ നിന്ന് പ്രലോഭനങ്ങൾക്കുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. ആകെ 7 പ്രധാന ഉപാധികളാണുള്ളത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അവസരങ്ങൾ ഒഴിവാക്കുക, അലസത മാറ്റുക, പ്രലോഭനങ്ങളെ ഉടനടി മാറ്റുക, എല്ലാത്തിൽ നിന്നും, പ്രത്യേകിച്ച് കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞ് നിൽക്കുക, പരിത്യാഗത്തിൻ്റെ അരൂപി വളർത്തുക, കുമ്പസാരക്കാരനോട് എല്ലാ പ്രലോഭനങ്ങളും വെളിപ്പെടുത്തുക. ഇവ കൂടാതെ ഈ പുണ്യം കാത്തു സൂക്ഷിക്കാൻ 5 വഴികൾ കൂടിയുണ്ട്. എളിമ, പ്രാർത്ഥനാരൂപി, കണ്ണുകളുടെ നിയന്ത്രണം, നിയമങ്ങളോടുള്ള വിശ്വസ്തത, പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള യഥാർത്ഥ ഭക്തി,